ഹലോ എവരി വൺ വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ സെഷനിൽ നമ്മൾ അനലോഗ് സർക്യൂട്ട്സിന്റെ മൊഡ്യൂൾ 3 മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്നൊരു ടോപ്പിക് ഉണ്ട്. മൊഡ്യൂൾ 3 മോസ്ഫെറ്റ് ആംപ്ലിഫയറും സെക്കൻഡ് പാർട്ടായിട്ട് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറും അതിനകത്ത് എഫക്റ്റ് ഓഫ് കാസ്കേഡിംഗ് ഓൺ ഗെയിൻ ആൻഡ് ബാൻഡ് വിഡ്ത്ത്, അതുപോലെ കാസ്കോഡ് ആംപ്ലിഫയർ, ഇത്രയും ടോപ്പിക്സ് ആണ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൽ വരുന്നത്. ഇന്നത്തെ സെഷനിൽ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൽ എഫക്റ്റ് ഓഫ് കാസ്കേഡിംഗ് ഓൺ ഗെയിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഒരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ആംപ്ലിഫയർ കൺസിസ്റ്റിംഗ് ഓഫ് വൺ ഓർ മോർ സ്റ്റേജസ് കണക്റ്റഡ് ടുഗദർ. ഓക്കെ, അതിനെയാണ് നമ്മൾ ഒരു മൾട്ടി സ്റ്റേജ് എന്ന് പറയുന്നത്. അതിലെ ഒരു ടൈപ്പാണ് കാസ്കേഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇപ്പം ഈ കാണിച്ചിരിക്കുന്നത് ഒരു സ്റ്റേജ് 1 ആംപ്ലിഫയർ, ഇതൊരു സ്റ്റേജ് 2 ആംപ്ലിഫയർ. സ്റ്റേജ് 1 ആംപ്ലിഫയറിലേക്ക് നമ്മൾ ഒരു സോഴ്സ് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു ഇൻപുട്ട് വി ഓഫ് എസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഔട്ട്പുട്ട് VO1 ആണ്. ഓക്കെ, ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻപുട്ട് ആൻഡ് ഒ സ്റ്റാൻഡ്സ് ഫോർ ഔട്ട്പുട്ട്. 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് സ്റ്റേജിന്റെ ആണ് 1 ഡിനോട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ VI1ഉം VO1ഉം ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു സെക്കൻഡ് സ്റ്റേജ് ആണ്. അതിന്റെ ഇൻപുട്ട് ഓക്കെ, VI സെക്കൻഡ് സ്റ്റേജ് ആയതുകൊണ്ട് 2, ഔട്ട്പുട്ട് VO2, ലോഡ് റെസിസ്റ്റൻസ് RL കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കാസ്കേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിന്റെ ഔട്ട്പുട്ട് മറ്റേ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ ഇത് കോൺഫിഗറേഷനിൽ വേണമെങ്കിലും ആകാം. ഇതിന്റെ മെയിൻ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരാമീറ്റേഴ്സ്, വോൾട്ടേജ് ഗെയിൻ, കറണ്ട് ഗെയിൻ, ഇൻപുട്ട് ഇംപിഡൻസ്, അതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ ഒരു ടൈപ്പാണ് നമ്മുടെ കാസ്കേഡ് ആംപ്ലിഫയർ. കാസ്കേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിന്റെ ഔട്ട്പുട്ടും മറ്റേ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ സ്റ്റേജ് 1, ഇത് സ്റ്റേജ് 2 ആണ്. അപ്പം ഇതിന്റെ ഔട്ട്പുട്ട് സെക്കൻഡിന്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തു, ഇതും കണക്ട് ചെയ്തു. അപ്പൊ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുന്ന ആംപ്ലിഫയറിനെയാണ് വി കോൾഡ് ആസ് കാസ്കേഡ് ആംപ്ലിഫയർ. അപ്പൊ അത് ഈ സ്റ്റേജ് 1 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള RC കപ്പിൾഡ് ആംപ്ലിഫയർ ഉണ്ടല്ലോ. അപ്പൊ ഞാനിവിടെ വരയ്ക്കുന്നത് RC കപ്പിൾഡ് ആംപ്ലിഫയർ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ്. അപ്പൊ നമ്മൾ ആദ്യമേ ഒരു BJT വരയ്ക്കും. ഇവിടെ RC കളക്ടർ റെസിസ്റ്റൻസ്, ഇത് R1 R2 എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ്, ഇത് കപ്ലിംഗ് കപ്പാസിറ്റർ, ഇത് Vin, ഇവിടെ RE എമിറ്റർ റെസിസ്റ്റർ, ഇവിടെ CE ബൈപ്പാസ് കപ്പാസിറ്റർ. ഇത് ഒരു ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ് ഫസ്റ്റ് സ്റ്റേജ്. അതുപോലെ സെക്കൻഡ് സ്റ്റേജും ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ് വരച്ചിരിക്കുന്നത്. ഇത് ട്രാൻസിസ്റ്റർ, ദിസ് ഈസ് RC, ദിസ് ഈസ് RE, റെസിസ്റ്റൻസ് R1 R2, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് എമിറ്റർ ഗ്രൗണ്ട് ചെയ്ത്, ഇവിടെയും എമിറ്റർ ഗ്രൗണ്ട് ചെയ്യണം. ഇത് ബൈപ്പാസ് കപ്പാസിറ്റർ CE, ഇവിടെ എന്ത് ചെയ്യണം, VCC ഉണ്ട്, ഇവിടെയും VCC ഉണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റേജ്, ഇത് സെക്കൻഡ് സ്റ്റേജ്. അപ്പൊ ഇവിടെ രണ്ടും നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് യൂസ് ചെയ്തത്. അപ്പം രണ്ടും കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജ് ഗെയിൻ ആയിട്ട് ഇംപ്രൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് ഇംപിഡൻസ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ യൂസ് ചെയ്യണം. അങ്ങനെ ഡിഫറെന്റ് കോൺഫിഗറേഷൻസിൽ പല പല പാരാമീറ്റേഴ്സ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ രണ്ടും നമ്മൾ എന്താ വെച്ചിരിക്കുന്ന കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. ഇനി നമ്മളത് നെക്സ്റ്റ് നമ്മളത് കാസ്കേഡ് ചെയ്യാൻ പോവുകയാണ്. കാസ്കേഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് സെക്കൻഡ് സ്റ്റേജിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുക. അപ്പം ഈ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ നമ്മൾ കളക്ടറിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ കപ്ലിംഗ് കപ്പാസിറ്റർ യൂസ് ചെയ്യും. ഇനി എന്ത് ചെയ്യണം, ഈ സെക്കൻഡ് സ്റ്റേജിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇവിടുന്ന് എടുത്ത് ഇൻപുട്ട് എന്ന് വെച്ചാൽ ബേസിലേക്ക് കൊടുക്കുക. അപ്പോൾ ഈ കപ്ലിംഗ് കപ്പാസിറ്റർ കൊടുക്കുന്നത് നമുക്കറിയാം DC കമ്പൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റർ വഴി ഈ ഒരു കണക്ഷൻ കൊടുക്കുന്നത്. അപ്പം ഇവിടെ ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് കളക്ടറിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിന്റെ ബേസിലേക്ക് കൊടുത്ത് ഈ ഒരു, അപ്പൊ ഇതെന്തായി, ഒരു ഇതൊരു മൾട്ടി സ്റ്റേജ്, ഇപ്പൊ രണ്ട് സ്റ്റേജുള്ള ഒരു ആംപ്ലിഫയർ ആയി, കാസ്കേഡ് ആംപ്ലിഫയർ ആയിട്ട് മാറി. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സർക്യൂട്ട്. അപ്പം കാസ്കേഡ് ആംപ്ലിഫയർ വരയ്ക്കാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ വോൾട്ടേജ് ഗെയിൻ ആണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ടും കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഡ്രോ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, അതിനുശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് സെക്കൻഡ് സ്റ്റേജിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കും. ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടറിൽ നിന്ന് എടുക്കുക, ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ വഴി സെക്കൻഡ് സ്റ്റേജിന്റെ ബേസിലേക്ക് കൊടുക്കും. ഇതാണ് ഒരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, രണ്ട് സ്റ്റേജുള്ള ആംപ്ലിഫയർ. ഓക്കെ, അങ്ങനെ ഇത് N സ്റ്റേജസ് വരെ നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പം ഫസ്റ്റ് ആംപ്ലിഫയർ, സെക്കൻഡ്, തേർഡ് അപ് ടു N ആംപ്ലിഫയർ വരെ നമുക്ക് കണക്ട് ചെയ്യാം.
ഓരോന്നിന്റെയും ഗെയിൻ ആണ് A1 θ1 A2 θ2 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് അപ് ടു AN θ എന്ന് വരുന്നത്. അപ്പം അപ്പൊ ഇതാണ് ഒരു കാസ്കേഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു സ്റ്റേജിന്റെ ഔട്ട്പുട്ട് മറ്റേ സ്റ്റേജിന്റെ ഇൻപുട്ടിലേക്ക് ഫെഡ് ചെയ്യുക, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതാണ് നമ്മൾ കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. അതിന്റെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പാരാമീറ്റർ നമ്മൾ വോൾട്ടേജ് ഗെയിൻ ആണ്. വോൾട്ടേജ് ഗെയിൻ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ യൂസ് ചെയ്യണം. നമ്മുടെ ഇൻപുട്ട് ആണ് ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് ഇംപ്രൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ രണ്ടും കോമൺ എമിറ്റർ കോൺഫിഗറേഷൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വോൾട്ടേജ് ഗെയിൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസിൽ എഫക്ട് ഓഫ് കാസ്കേഡിംഗ് ഓൺ ഗെയിൻ എന്നുള്ളൊരു ടേം ഉണ്ട്. ഓക്കെ, ഗെയിൻ. അപ്പം ഇവിടെ നമ്മൾ 2 സ്റ്റേജിന്റെ ആണ് പറയുന്നത്. അതിനെ നമുക്ക് N സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ ഫസ്റ്റ് സ്റ്റേജിന്റെ ഇൻപുട്ട് VI1 ആണ്, I4 ഇൻപുട്ട് 1 ഫസ്റ്റ് സ്റ്റേജ്. അതുപോലെ ഔട്ട്പുട്ട് VO1, സെക്കൻഡ് സ്റ്റേജിന്റെ ഇൻപുട്ട് VI2, ഔട്ട്പുട്ട് VO2. അപ്പം നമ്മൾ ഒരു AV, ഓക്കെ, വോൾട്ടേജ് ഗെയിൻ നമ്മൾ AV കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സ്റ്റേജിന്റെയും കൂടെ നമ്മൾ AV എഴുതുകയാണെങ്കിൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇപ്പൊ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ VO2 ആണ് ഔട്ട്പുട്ട്, ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ VI1 ആണ്. ഓക്കെ, അപ്പം ജനറലി ഈ രണ്ട് സ്റ്റേജിന്റെയും കൂടെ നമുക്ക് ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഗെയിൻ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ VO2 ആണ്, ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ VI1 ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിനെ ആണെങ്കിൽ ഈ ഗെയിൻ ഉണ്ടല്ലോ, അപ്പം പല പല ആംപ്ലിഫയേഴ്സ് നമ്മൾ കാസ്കേഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഗെയിൻ്റെ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റേജസ് ആയിട്ട് മാറും. ഒരു എഫക്റ്റീവ് ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആംപ്ലിഫയറിന്റെയും ഗെയിനിന്റെ പ്രോഡക്റ്റ് ആയിട്ട് മാറും. അതാണ് നമുക്ക് എഫക്റ്റ് ഓഫ് ഗെയിന് പ്രൂവ് ചെയ്യേണ്ടത്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇങ്ങനെ ഒരു ഫോമിലേക്ക് ആക്കൊന്നുമില്ല. ഇതിനകത്ത് ഒരു VI2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. ഈ സ്റ്റേജിൽ നിന്ന് ഈ സ്റ്റെപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് VI2 രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ ഇവിടെ ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ VO1 ആണ്, സെക്കൻഡ് സ്റ്റേജിന്റെ ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ VI2 ആണ്. ഇത് കാസ്കേഡ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടും സെയിം ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? VO1 ക്യാൻ ബി റിട്ടേൺ ആസ് VI2 എന്ന് എഴുതാം അല്ലേ? ഇതിന്റെ വോൾട്ടേജ് തന്നെയല്ലേ നമ്മളിവിടെ നമ്മൾ കാസ്കേഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം VO1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സെയിം ആസ് VI2. അപ്പൊ ഈ എക്സ്പ്രഷനകത്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്ത് ഇതിന് ഇപ്പം ഈ സ്റ്റെപ്പിൽ VI2 രണ്ടിടത്തും നമ്മൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെ ഈ ഒരു ഫോമിൽ അറേഞ്ച് ചെയ്തു. അതായത് VO2 ഇത് VI2 ഡിനോമിനേറ്ററിൽ, ഇനി VI2 VI1. ഓക്കെ, ഈ ഒരു ഫോമിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്തു. ഓക്കെ, ഇതിന്റെ VO2 ഡിവൈഡ് ബൈ VI2, ദെൻ VI2 ഡിവൈഡ് ബൈ VI1. അതിൽ VI2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് വരും? VI2 ഈ സെയിം ആസ് VO1 ആണ്. അപ്പം നമ്മളുടെ എക്സ്പ്രഷൻ എന്ത് വരും? AV ഈക്വൽ ടു VO2 ഡിവൈഡ് ബൈ VI2 ഇൻറ്റു നമുക്ക് VI2 പകരം വി ക്യാൻ റൈറ്റ് VO1 ഡിവൈഡ് ബൈ VI1 എന്ന് കിട്ടും. ഇനി ഇതിന്റെ ഗെയിൻ VO2 ബൈ VO2 ഡിവൈഡ് ബൈ VI2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് സ്റ്റേജിന്റെ ഗെയിൻ അല്ലയോ, അതിന് ഞാൻ A2 കൊണ്ട് ഡിനോട്ട് ചെയ്യാണ്, ഇൻറ്റു ഇനി അടുത്ത എന്താണ്? VO1 ഡിവൈഡ് ബൈ VI1, ദാറ്റ് ഈസ് ഗെയിൻ ഓഫ് എന്താണ്? A1 ആണ്. അപ്പൊ എന്തായിട്ട് വന്നു? ടോട്ടൽ ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് എന്ന് വന്നു. അങ്ങനെ നമുക്ക് N സ്റ്റേജസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ എല്ലാം പ്രോഡക്റ്റ് ആയിട്ട് വരും. എന്ത് വരുന്നത്? ആ ഓവറോൾ ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ഇൻഡിവിജ്വൽ ഗെയിൻസ് എന്ന് വരും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഗെയിനിന്റെ എഫക്റ്റ്. ഇപ്പം കാസ്കേഡ് ആംപ്ലിഫയറും അതുപോലെ ഗെയിനിന്റെ എഫക്റ്റും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് അതിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു, ബിടെക് മീഡിയ.